26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്ത് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക് പറക്കുന്നു. അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പം ആഭ്യന്തര വിലയും കുതിച്ചു. റബ്ബർ വിലയിലുണ്ടായ ഈ അപ്രതീക്ഷിത കുതിപ്പ് കേരളത്തിലെ മലയോര ഗ്രാമീണ മേഖലകളിലെ കർഷകർക്ക് വലിയ ആശ്വാസവും ഉണർവുമാണ് സമ്മാനിക്കുന്നത്. ആഗോളതലത്തിലുണ്ടായ ചില പ്രധാന മാറ്റങ്ങളാണ് ഇപ്പോൾ റബ്ബർ വിപണിക്ക് പെട്ടെന്ന് അനുകൂലമായി മാറിയത്. ശരിക്കും മൺസൂൺ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് കർഷകർക്കാണ്. വലിയ ആശ്വാസമുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതെ, സർവകാല റെക്കോർഡിലേക്ക് റബ്ബർ വില വീണ്ടും എത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് റബ്ബർ വില പറക്കുകയാണ്. അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പം ആഭ്യന്തര വിലയിലും വലിയ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തുന്നത്. ഇതോടെ ഗ്രാമീണ മേഖലകളിൽ സാമ്പത്തിക മാറ്റങ്ങൾ ശക്തമായി കാണുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ബാങ്കോക്ക് നിരക്കുകൾ കിലോഗ്രാമിന് 296 രൂപയും കടന്ന് കുതിക്കുകയാണ്. ആഭ്യന്തര വിപണിയിലാകട്ടെ RSS 4 ഗ്രേഡ് റബ്ബർ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 280 രൂപയ്ക്ക് മുകളിലേക്കും എത്തി. റബ്ബർ വിലയിലുണ്ടായ ഈ കുതിപ്പ് ശരിക്കും കേരളത്തിലെ മലയോര ഗ്രാമീണ മേഖലയിലെ കർഷകർക്ക് വലിയ ഉണർവ് തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, സാമ്പത്തികമായും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. റബ്ബർ വിപണിക്ക് ഇപ്പോൾ അനുകൂലമായി മാറിയിരിക്കുന്നത് ആഗോളതലത്തിലുണ്ടായ സുപ്രധാനമായ മാറ്റങ്ങളാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് റബ്ബർ ഉൽപാദനം തീർത്തും ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. റബ്ബർ വിലയിൽ വലിയ രീതിയിൽ കയറ്റത്തിന് കാരണമായി വിദഗ്ധർ പറയുന്നത് റബ്ബറിന്റെ ഡിമാൻഡ് കൂടിയതും ചരക്ക് ലഭ്യത കുറയുകയും ചെയ്തതുകൊണ്ടാണ്. ഇതിനൊപ്പം ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ വാഹന വ്യവസായ മേഖല സജീവമായിട്ടുണ്ട്. ആയതിനാൽ ടയർ നിർമ്മാണത്തിനായി റബ്ബറിന്റെ ആവശ്യം വൻതോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്തിടെ സംസ്ഥാന ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 ഉയർത്തിയതും കർഷകർക്ക് ഉണർവും ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരുന്നു. നിലവിൽ വിപണി വില ഇതിലും മുകളിലാണെങ്കിലും ഭാവിയിൽ വിലയിടിഞ്ഞാൽ പോലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ താങ്ങുവില പ്രഖ്യാപനം കർഷകർക്ക് കരുത്തു തന്നെയാണ്. എന്തായാലും മഴക്കാലമായതിനാൽ നിലവിൽ കേരളത്തിൽ ഉൽപാദനം കുറവാണ്. എന്തായാലും വരും ആഴ്ചകളിലും രാജ്യാന്തര വിപണിയിൽ ഡിമാൻഡ് തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ വന്നാൽ വില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.